നമസ്കാരം. അതെ, ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. പേര് നമ്മൾ കേട്ടിട്ടുണ്ട് എയ്ത്തർ. ബട്ട് സ്കൂട്ടറിൻ്റെ പേരെന്താ? റിസ്റ്റ. റിറ്റ്സ് അല്ല, റിസ്റ്റ. റിറ്റ്സ് മാരുതിയുടെ. ഇത് വന്നിട്ട് കുറച്ചായി, പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടാൻ കുറച്ച് വൈകിയെന്നുള്ളൂ. ഈ വണ്ടിക്ക്, അതായത് ഈ ഒരു ഇലക്ട്രിക് കാർ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കിൻ്റെ കാര്യം പറയുമ്പോഴേ, കാറുകൾ എന്തായാലും മെയിൻ സ്ട്രീം വണ്ടികളാണ് കൂടുതലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ കൂണ് പോലെ മുളച്ച് പോകുന്നില്ല. പക്ഷേ സ്കൂട്ടറുകൾ എന്ന് പറയുന്നത് പണ്ട് ബാംഗ്ലൂരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്ല് മുകളിലേക്കിട്ട് താഴെ വന്ന് വീഴുന്നത്, തല വന്ന് വീഴുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ആയിരിക്കും, അല്ലെങ്കിൽ ആളുടെ തലയിലായിരിക്കുന്നുണ്ട്. അതുപോലെയാണ് വ്ളോഗേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ കാര്യം നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടിയും ആ ഒരു ചേർച്ച വരിക ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യം പറയുമ്പോഴാണ്. കാരണം കൂണ് പോലെ മുളച്ചു വന്ന ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനികൾ ഇവിടെ ഉണ്ട്, മെയിൻ സ്ട്രീം അല്ലാത്ത. അവയിൽ പലതും വന്ന പാടെ പൊഴിഞ്ഞു പോകും, കുറച്ചൊക്കെ നിൽക്കും, പിന്നെ പോവും. എയ്ത്തറിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇവരുടെ മോഡലുകൾ അത്യാവശ്യം സസ്റ്റെയിൻ ചെയ്യുന്ന മോഡലുകളാണ്. അതിൻ്റെ കൂടുതലേക്ക് വന്ന ഏറ്റവും പുതിയ എയ്ത്തർ റിസ്റ്റയ്ക്ക് ഒരു ഫാമിലി സ്കൂട്ടർ എന്ന പേരാണുള്ളത്. അങ്ങനെ വിളിക്കാൻ എന്താണ് കാരണം? അതിനായിട്ടുള്ള കാരണങ്ങൾ പറയാം, ഇതിൻ്റെ സവിശേഷതകൾ പറയാം, പവർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പറയാം, വിലകൾ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ കണ്ടുവരുന്ന ആ ഒരു സ്കൂട്ടറിൻ്റെ രൂപമല്ല ഈ ഒരു റിസ്റ്റയ്ക്ക്. ഇതിൻ്റെ ഫ്രണ്ടിലെ ആ ഒരു ലൈറ്റിൻ്റെ ഒരു സങ്കരം എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം ഈ ഇൻഡിക്കേറ്ററുകളാണെങ്കിലും ഹെഡ് ലാമ്പ് ആണെങ്കിലും ഒറ്റ പീസാണ്, LED ആണത്. പിന്നെ എയ്ത്തർ എന്നുള്ള ആ ഒരു ബ്ലാക്ക് കളറുള്ള ആ ഒരു അച്ച് പെറുക്കി വെച്ച പോലുള്ള പേര്. താഴെ ഇരട്ട കളറിലുള്ള ഒരു കളറായിട്ടുള്ള ആ ഒരു കളറിൻ്റെ മഡ് ഗാർഡ്, ഇത് മെറ്റലല്ല. പിന്നെ ഈ ഒരു വീലിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈൻ, ഈ ഫോർക്കിൽ കാണുന്ന ആ ഒരു ഫ്ലിക്കർ അല്ലെങ്കിൽ റിഫ്ലക്ടർ, അതുമാത്രമല്ല ഇവിടെ ഒരു വലിയ ആ ഒരു കൗള് പോലെ കൊടുത്ത ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഭാഗം, ഇതൊക്കെ തന്നെയും ഈ ഒരു റിറ്റ്സയുടെ ഡിസൈനിൻ്റെ ഫ്രണ്ടിലെ കാര്യമായിട്ട് പറയാം. ഇനി വശങ്ങളിലേക്ക് വന്നേ, ഇവിടെ ഏറ്റവും വലുതായിട്ട് കാണുക സീറ്റാണ്, ഏറ്റവും വലിയ സീറ്റാണ്. ഈ സീറ്റിൻ്റെ അടിയിലുള്ള ആ ഒരു ബൂട്ടിന് കൊണ്ട് പ്രത്യേകത പറയാം. ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഗ്യാസ് കുറ്റി വെച്ചിട്ടൊക്കെ പണ്ട് കൈനറ്റിക് ഹോണ്ട മൂലം ടെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ദിലീപ് ഭാം എന്ന് പറയുന്ന ആ ഒരു ലെജൻഡൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രങ്ക് ഒരു സംഗതി വരാറുണ്ട്, ഇതിനകത്തില്ല. പിന്നെ ഒരു ഹുക്ക് കാണാം. ഈ ഹുക്ക് എന്ന് പറയുന്നത് ആ ഒരു യൂട്ടിലിറ്റി ഹുക്കാണ്. മാത്രമല്ല ഇവിടെ താഴെ ഒരു ഹുക്കുണ്ട്. അപ്പോൾ ഹുക്കുകളുടെ ആ ഒരു സങ്കരം നമുക്ക് ഈ വണ്ടിക്കകത്ത് കാണാം. ഈ കീയിൽ തന്നെയാണ് ഈ ഒരു സീറ്റ് തുറക്കുക. ഇവിടെ നമുക്ക് ആ ഒരു വലിയ ഒരു ബക്കറ്റ് പോലെയുള്ള രൂപത്തിലാണ് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഈ LED അല്ലെങ്കിൽ ടെയിൽ ലാമ്പിൻ്റെ ഈ ഒരു സങ്കരം എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്പീഡിൽ വന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുള്ളതാണ്. താഴെ നമുക്ക് ആ ഒരു ലൈസൻസ് പ്ലേറ്റ് കാണാം. ഇവിടെ ആ ഒരു ചെറിയ റിഫ്ലക്ടർ ഉണ്ട്. ഇനി വലിയ ഗ്രാബ് ആ ഒരു ഹാൻഡിലാണ്, അതിൻ്റെ പിന്നിലായിട്ടൊരു ചാരുണ്ട്. ഈ ചാരിലേക്ക് ഈ സീറ്റ് തുറക്കുമ്പോൾ ഇത് തട്ടുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ആ ഒരു സംശയം നമുക്ക് ഇപ്പോൾ തീർക്കാം. കൈ പിടിക്കുമ്പോൾ ഈ കൈയിൻ്റെ വിരലുകൾ തട്ടുന്നുണ്ട്, അതൊരു ഡിസൈൻ ഫ്ലോ ആണ്. പക്ഷേ ഇവിടെ പിടിച്ച് പോകുമ്പോഴോ ഇല്ല, ഒരു 3 മില്ലിമീറ്റർ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, വലിയ ഒരു ബൂട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറേജ് സ്പേസ് ആണെന്ന് കാണാം. 34 ലിറ്ററാണ് ഈ ഒരു ബൂട്ടിൻ്റെ സൈസ്. ഇതിനകത്ത് നമുക്ക് 2 ആ ഒരു ഹെൽമെറ്റുകൾ വയ്ക്കാം. ഇവിടെ കണ്ടോ, ഒരു ചെറിയ ഒരു പവർ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് പലതരത്തിലുള്ള ആ ഒരു പവർ ഔട്ട്പുട്ടുകൾ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനവർ വിളിക്കുന്നെന്താ, പവർ ഹബ്ബ് എന്നാണ്. ചാർജറുണ്ട്, ഇത് ഹോം ചാർജറാണ്. ഏകദേശം 8 മണിക്കൂറോളം നമുക്ക് ചാർജ് ചെയ്താൽ ഈ ഒരു വണ്ടി ഫുൾ ചാർജ് ആവാൻ വീട്ടിൽ നിന്ന്. ഒരു ചെറിയ യൂട്ടിലിറ്റി സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ ഫ്രണ്ടിലും കാണാം. കണ്ടോ, ഈ വണ്ടിക്ക് മാത്രമല്ല കേട്ടോ ഇരട്ട കളർ, സീറ്റിനും ഇരട്ട കളറാണ്. ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് Z എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എയ്ത്തർ റിസ്റ്റയുടെ വില തുടങ്ങുന്നത് ഓൺ റോഡ് പ്രൈസ് ഏറെക്കുറെ 1,39,000 രൂപയാണ് ബേസ് മോഡലിന്, ബാറ്ററി പാക്ക് കുറവുള്ള മോഡലിന്. ഇത് റിച്ചയുടെ ടോപ്പ് മോഡലാണ്, Z എന്നുള്ള വേരിയൻറ്റ്. 159 കിലോമീറ്റർ ഒറ്റ ചാർജിൽ അവർ പറയുന്ന ആ ഒരു റേഞ്ചിലുള്ള ഈ ഒരു വണ്ടിയുടെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 3.7 kWh ആണ്. അപ്പോൾ ഇതിൻ്റെ പവർ ടോർക്കുകളോ പറയാം. ഈ റിസ്റ്റയ്ക്ക് ടോപ്പ് സ്പീഡ് 80 കിലോമീറ്ററാണ്. 4.3 കിലോവാട്ടാണ് പവർ. ഏറെക്കുറെ 22 ന്യൂട്ടൺ മീറ്ററോളം ആ ഒരു ടോർക്കുമുണ്ട്. 2.9 kWh ആ ഒരു ചെറിയ മോഡലിൻ്റെ ആ ഒരു ബാറ്ററി പാക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 159 കിലോമീറ്റർ റേഞ്ച് ഫുൾ ചാർജിൽ കിട്ടുമോ? ഇത് റേഞ്ച് കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് വന്നപ്പോൾ 69% കാണിച്ചത് ചാർജ്. അതിനകത്ത് ഏറെക്കുറെ 64 കിലോമീറ്റർ കാണിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു എഫിഷ്യൻ്റായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100-130 നമുക്ക് സംഘടിപ്പിക്കാവുന്ന റേഞ്ചാണ്. ഈ ക്ലസ്റ്റർ 7 ഇഞ്ചാണ്. 7 ഇഞ്ച് ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ 7 ഇഞ്ച് ക്ലസ്റ്ററിൽ ആൻഡ്രോയിഡാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സ്മാർട്ട് ഈക്കോ എന്നുള്ള ആ ഒരു മോഡുണ്ട്, സിപ്പ് എന്നുള്ള മോഡുണ്ട്, അപ്പോൾ ഡ്രൈവ് മോഡുകളുണ്ട്. ഇത് റേഞ്ചാണ് 54% 43 കിലോമീറ്റർ പോവും. ഇവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണാം. ഇതിന് ട്രിപ്പ് മീറ്റർ ഉണ്ട്. ഇനി ഇതിൻ്റെ മെനുവിലൂടെ ആ ഒരു കൈ ഓടിച്ചാൽ നാവിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു കണക്റ്റഡ് ഡിവൈസസ്, സ്കൂട്ടറിൻ്റെ കാര്യം, എബൌട്ട് വെഹിക്കിൾ ഡീറ്റെയിൽസ്,
ആ ഒരു മൈ ഡോക്യുമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അതായത് ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, ഡിസ്പ്ലേ, ആ ഒരു ബ്രൈറ്റ്നസ്, ഓട്ടോ ബ്രൈറ്റ്നസ്, വെഹിക്കിൾ സെറ്റിങ്സ്. ഈ വെഹിക്കിൾ സെറ്റിങ്സിനകത്താണ് എനിക്ക് കാര്യമായിട്ട് എന്താണ് ഇതിനകത്തുള്ളത് നോക്കാനുള്ളത്. അപ്പോൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റീജനറേഷനാണ്. അപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് തിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ മാജിക് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ച് പിടിക്കുമ്പോൾ വണ്ടിയുടെ ആ ഒരു സ്പീഡ് കുറയും, കോസ്റ്റിംഗ് റീജൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓട്ടോ ഹോൾഡ് ഓൺ ആണ്, സ്കിഡ് കൺട്രോൾ ഓൺ ആണ്. സ്കിഡ് കൺട്രോൾ എന്ന് പറയുന്നത് ABS എന്ന് പറയാൻ പറ്റില്ല, കാരണം ABS അല്ല, കോമ്പി ബ്രേക്ക് ആണ്, എന്നാലും സ്കിഡ് കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. സ്കിഡ് കൺട്രോളിൻ്റെ സിമ്പിൾ ഡാഷ്ബോർഡ് വരുന്ന പറയുന്നത് കണ്ടില്ലേ. ഓട്ടോ ഇൻഡിക്കേറ്റർ ഓൺ ആണ്, അതായത് തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും, പഴയ പൾസറിലെ പോലെ. ഗൈഡ് മി ഹോം ലാമ്പുണ്ട്, ഒപ്റ്റിമൈസ്ഡ് ചാർജിങ്ങിൻ്റെ കാര്യമുണ്ട്. ഫാൾ സേഫ് എന്ന് പറയുമ്പോൾ വീഴുമ്പോൾ വണ്ടി ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഷട്ട് ഡൗൺ എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് കാണാം. ഈ ഒരു ബട്ടണാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്, ഒരു ജോയ്സ്റ്റിക്ക് പോലെ. ഇതെൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ബട്ടണാണ്. ഇവിടെയാണ് ആ ഒരു ഹോൺ, ഇതാണ് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം. ആ സൗണ്ട് കേട്ടോ. ഇവിടെ റിവേഴ്സ് പോകുന്നുള്ള ആ ഒരു സ്വിച്ച് കാണാം. ഇവിടെ താഴെ നമുക്ക് ഒരു മോഡ് മാറ്റാം. ഇതാണ് ആ ഒരു എൻജിൻ ഓൺ സ്വിച്ച് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ഓഫ് ആണെങ്കിൽ വണ്ടി തിരിയണം. അത് തിരിയാൻ നമ്മൾ വണ്ടി ഓടിക്കല്ല. മറ്റു പല ഇലക്ട്രിക് സ്കൂട്ടറുകളെയും പോലെയല്ല, ഇതിന് ഹബ് മോട്ടറല്ല. ഇതിൻ്റെ ആ ഒരു മോട്ടർ അവിടെയും ബെൽറ്റ് ഡ്രൈവും തന്നെയാണ്. അതുപോലെ ഈ ഒരു ടയറിൽ നമുക്ക് ഇവിടെ ഡ്രമ്മും ഫ്രണ്ടിൽ ഡിസ്കും ബ്രേക്കാണ്. സ്കിഡ് കൺട്രോൾ എന്ന് പറഞ്ഞ സംഗതി ഇവർ ഈ ഒരു വണ്ടിയുടെ വീലിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ABS അല്ല, പകരം കോമ്പി ബ്രേക്കാണ് എന്നുള്ളതാണ്. പിന്നെ ഫാൾ സേഫ് എന്ന് പറയുമ്പോൾ വണ്ടി വീഴുമ്പോൾ എല്ലാം കട്ട് ഓഫ് ആവുന്ന കാര്യമാണ്. അതും ഒരു നല്ല കാര്യമായിട്ട് പറയാം. സെൽഫ് ക്യാൻസൽ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പൾസറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 2008. അതിപ്പോൾ ഈ ഒരു റിസ്ഡയിലുമുണ്ട് എന്നുള്ളതാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും കൊള്ളാം. അത്യാവശ്യം ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയാണിത്. ഇവിടെ ആ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ ആ ഒരു കാര്യമൊക്കെ നല്ലതാണ്. ഡിസൈനഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ഒരു ലെറ്ററിങ് എല്ലാം തന്നെ തീർത്തും മനോഹരമായിട്ട് തന്നെ കൊടുത്തത്. അപ്പോൾ ഭംഗിയുള്ള ആ ഒരു വണ്ടിയാണിത്. കൂടാതെ ഇതിനകത്ത് ഒരുപാട് യൂട്ടിലിറ്റികളുണ്ട് എന്നുള്ളതാണ്. ഒരു പ്രാക്ടിക്കൽ ഫാമിലി സ്കൂട്ടറാണോ ഇത്? അത് വണ്ടി ഓടിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. വലിയ ബൈക്കുകളുടെ പോലുള്ള ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ വെയിറ്റുകൾ, ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഗ്രിപ്പ്, അതൊക്കെ തന്നെ നല്ല കേട്ടോ. അല്ലെങ്കിൽ കാണാൻ ഭംഗിയിടുന്നില്ല. സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ലേ. ഇവിടെ നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബെൽറ്റിനുള്ള കവറിങ് കാണാം. അപ്പോൾ ഈ ഒരു വണ്ടി ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓക്കെ, ഈ ഡിസൈൻ എന്താണ് ഇങ്ങനെയല്ല. പക്ഷേ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് വേറെ ലെവലാണെന്ന് പറയേണ്ടി വരും. അതായത് തീർത്തും പ്രാക്ടിക്കലായിട്ടുള്ള സ്കൂട്ടറാണത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. എയ്തറിൻ്റെ റിസ്റ്റ ഓടിക്കാൻ എങ്ങനെയാണ് ആദ്യമേ പറയട്ടെ. നമ്മൾ എയ്തർ 450S അല്ലെങ്കിൽ 450X ഒക്കെ ഓടിച്ച പോലെ തന്നെ നമുക്ക് ആ ഒരു വൈൻ കേൾക്കാം. വൈൻ എന്ന് പറയുമ്പോൾ സൈറൺ പോലൊരു സൗണ്ട് ആ ഒരു ബെൽറ്റിൽ നിന്ന് കേൾക്കാം. പിന്നെ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എക്സെപ്ഷണലാണ്. മോണോ ഷോക്കാണ് പിന്നിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ ഫാമിലി സ്കൂട്ടറാണ്, 2 പേർക്കും ഒരു കൊച്ചിന് സുഖമായിട്ടിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സീറ്റിലിരുന്ന് പോകുമ്പോൾ നല്ല കംഫർട്ടബിളാണ്. നല്ല വീതിയുള്ള സീറ്റാണ്. എനിക്ക് തോന്നുന്നു 1 ഓഫ് ദ ബിഗ്ഗസ്റ്റ് സീറ്റ് ആണ് ഈ സ്കൂട്ടറുകൾ കാറ്റഗറിയിൽ. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ നല്ല ആ ഒരു റൈഡിങ് പോസ്റ്ററൊക്കെ തരുന്നുണ്ട്. നമുക്കിങ്ങനെ പിടിച്ച് ഓടിക്കുമ്പോൾ തീർത്തും ഫൈനാണ്, ഫണ്ണാണ് എന്നുള്ളതാണ്. ഫണ്ണെന്ന് പറയുമ്പോൾ ആ ഒരു റൈഡിങ് പോസ്റ്ററും അല്ലെങ്കിൽ ആ ഒരു ഹാൻഡിൽ പിടിക്കുന്ന കാര്യമുള്ളൂ. മോട്ടറിലെ ആ ഒരു സ്പീഡിൽ ആ ഫണ്ണില്ല. അത് പറയാൻ കാരണമുണ്ട്. 2 റൈഡ് മോഡുകൾ കണ്ടു. ആ 2 റൈഡ് മോഡുകളിൽ ഇതിൻ്റെ ആ ഒരു സ്മാർട്ട് ഈക്കോ എന്ന് പറഞ്ഞ മോഡ് കയറ്റം കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, ഹെസിറ്റേഷൻ ഉണ്ട്. പക്ഷേ അടുത്ത മോഡിലേക്ക് മാറ്റുമ്പോൾ സംഗതി മാറുന്നുണ്ട്. ശരിക്കും നമുക്ക് അത്യാവശ്യം സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു സിപ്പ് മോഡിലങ്ങ് സിപ്പ് ചെയ്ത് പോകാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല കാര്യം. പിന്നെ ഫാമിലി സ്കൂട്ടർ ആണെന്നുള്ള കാര്യത്തിൽ ഫണ്ണിന് വലിയ ആ ഒരു കാര്യമില്ല. ഫണ്ണല്ല, പ്രാക്ടിക്കാലിറ്റിയാണ്. ആ പ്രാക്ടിക്കാലിറ്റി തീർത്തുമുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ റിസ്റ്റ എന്നുള്ളതാണ്. ബ്രേക്കുകൾ കൊള്ളാം, പിടിച്ചാൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഫ്രണ്ടിലെ ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യം. പിന്നെ സ്കിഡ് കൺട്രോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡിലുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഇതിനകത്ത് ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കാനില്ല എന്നുള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. ചെറിയ ആ ഒരു കാര്യങ്ങളേ ഉള്ളൂ. ആ ഒരു സ്മാർട്ട് ഈക്കോയിലുള്ള പവറിൻ്റെ ആ ഒരു ഡ്രോപ്പ് ഫീൽ, 2 പേരിക്കുമ്പോൾ വണ്ടി കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അപ്പോൾ നമ്മൾ ആ ഒരു മോഡ് മാറ്റുന്നത് പരിഹാരം അവിടെ തന്നെ ഉണ്ട്. പിന്നെ മിററുകളുടെ ഷേപ്പ് നല്ലതാണ്, പക്ഷേ അതിൻ്റെ യൂസ് കേസ് കുറച്ച് കുറവാണ്. വലിയ കാര്യമായിട്ട് പിൻകാഴ്ച കാണുന്നില്ല. റിവേഴ്സ് എടുക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്ന സ്കൂട്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു നമുക്ക് യൂട്ടിലിറ്റി കൂടുതലാണ്. അതായത് ഷോപ്പിംഗ് മാളുകളിലെ പാർക്കിൽ നിന്ന് എടുക്കാനാണെങ്കിലും അതല്ല സ്കൂളിൽ കൊച്ചിനുണ്ടാകുമ്പോൾ തിരിച്ചെടുക്കാനും, ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നത് പലപ്പോഴും ആവശ്യങ്ങൾക്കാണല്ലോ, അല്ലാണ്ട് സ്കൂട്ടർ എന്ന് പറയുന്നത് വെറുതെ ഒരു കാഴ്ച വസ്തുവായിട്ടോ അല്ലെങ്കിൽ ഫൺ മാത്രമായിട്ടോ അല്ല. പലപ്പോഴും യൂട്ടിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വണ്ടി കറക്റ്റ്. അപ്പോൾ നമ്മളൊരു കടയിൽ പോയി, നമുക്ക് കടയിൽ കയറി പോകണം, നമ്മൾ ഹെൽമെറ്റ് തൂക്കി പിടിച്ച് പോകണം, അല്ലെങ്കിൽ ഹെൽമെറ്റ് ലോക്ക് എടുത്ത് വണ്ടി ലോക്ക് ചെയ്യണം. ഇതൊന്നും വേണ്ട, നമുക്ക് ആ 2 ഹെൽമെറ്റുകൾ ആ ഒരു വണ്ടിക്കകത്ത് വയ്ക്കാനുള്ള ഗുണം തന്നെയാണ്. അപ്പോൾ 159 കിലോമീറ്റർ റേഞ്ചോ, ആ ഒരു റേഞ്ച് ഉള്ള Z മോഡലിൻ്റെ ടോപ്പിൻ്റെ മോഡലാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. അതെടുത്ത് കഴിഞ്ഞുള്ള കാര്യം എന്ന് പറയുന്നത് ചാർജിങ് വളരെ കുറച്ച് മതി. ഡെയിലി ഓടുന്ന വണ്ടികൾ എന്ന നിലയ്ക്ക് വലിയ കാര്യമായിട്ട് റീചാർജിങ് വരില്ല. 8 മുതൽ 8.5 മണിക്കൂർ വരെയാണ് വീട്ടിൽ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ചാർജർ എടുക്കുന്നത്, വാൾ ചാർജർ എടുക്കുന്നത്. പിന്നെ ആ ഒരു ഹബ്ബ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പവർ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ കാറുകളിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള ആ ഒരു സ്പീഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ കത്തുന്ന ലൈറ്റ്, ഇപ്പോൾ ഫോൾ ചെയ്യുമ്പോൾ എല്ലാം കട്ട് ഓഫ് പോകുന്ന സിസ്റ്റം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്.
ഇതിൻ്റെ ഹാൻഡിലിങ്ങിനും നല്ല മികവുണ്ട് കേട്ടോ. അതായത് നമുക്ക് വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഒരു വെയിറ്റൊന്നും ആ ഒരു ഹാൻഡിൽ ബാറിലില്ല. ഹെഡ്ലാമ്പ് താഴെ കൊണ്ട് തന്നെ ഇത് തീർത്തും ലൈറ്റാണ്, ഹാൻഡിൽ ചെയ്യാനൊക്കെ ഈസിയാണെന്നുള്ളത് പറയണം. ഇപ്പോൾ പൾസറിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ക്യാൻസൽ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അത് എല്ലാ വണ്ടിയിലും വന്നിരുന്നെങ്കിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നടക്കാറില്ല. അത് വന്നാൽ നല്ലതായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ. എന്തായാലും മൊത്തത്തിലൊരു സ്കൂട്ടർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ഈ ഒരു 7 ഇഞ്ച് ആ ഒരു ഡിസ്പ്ലേ അടക്കം എല്ലാം ഉള്ള ഈ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന് ഒരു ഫാമിലി സ്കൂട്ടർ എന്ന് വിളിക്കാനുള്ള കാര്യങ്ങളുണ്ട്, ആ ഒരു മെറിറ്റുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഈ ടെലിസ്കോപ്പിക് ഫോർക്കും ആ ഒരു മോണോഷോക്കും കൂടി ഇന്ന് നമ്മൾ ഓടിക്കുമ്പോൾ ചെറിയ വീലാണെങ്കിലും അത്യാവശ്യം നല്ല ആ ഒരു കംഫർട്ട് ഉണ്ട് എന്നുള്ളതാണ്. കൊള്ളാം, നല്ലൊരു സ്കൂട്ടറാണ് ഏത്തർ റിസ്റ്റ. റിച്ച അല്ല. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.